കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ റിലീസായ ചിത്രമാണ് രുധിരം. രാജ്ബി ഷെട്ടി, അപർണ ബാലമുരളി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന് തിയേറ്ററിലൂടെ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് രുധിരം എന്ന് പറയുന്ന സിനിമ. ചിത്രം കണ്ടു. പാലക്കാട് പ്രിയ തിയേറ്ററിൽ നിന്നാണ് ഞാൻ കണ്ടത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിൻമോ ഷായ്. രുധിരം. ജിഷോലോൺ ആൻ്റണിയാണ് ഇതിൻ്റെ സംവിധാനം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് മിഥുൻ മുകുന്ദനാണ്. രാജ്ബി ഷെട്ടി, അപർണ ബാലമുരളി എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി വന്നിരിക്കുന്നത്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരു പട്ടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു 3-4 ആർട്ടിസ്റ്റുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു ചിത്രമാണിത്. ഇതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ എന്നെ ഉണർത്തിയിരുന്നു. കാരണം നല്ല കട്ട്സ്, നല്ലൊരു ഫ്രെയിം വർക്ക്, നല്ല കുറച്ച് വിഷ്വൽസ്, അതിൻ്റെ കളർ ടൂണും കാര്യങ്ങളും, അതുപോലെ തന്നെ ഒരു ബ്ലഡ് ഷെയ്ഡഡ് സ്ലാഷർ മൂഡിലുള്ളൊരു സിനിമയായിരിക്കും ഇതെന്നുള്ളൊരു പ്രതീക്ഷ വല്ലാണ്ട് നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ സിനിമ കാണാൻ പോകുന്നത്. ഒരു ദിവസം വൈകിയാണ് ഞാൻ സിനിമ കാണുന്നത്. ഇറങ്ങിയ സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചില്ല. സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്ബി ഷെട്ടി എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ എബിലിറ്റി നമുക്കറിയാം. ഒരുപാട് സിനിമകൾ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിലെന്തെങ്കിലും ഒരു കണ്ടൻറ് ഉണ്ടാവും, അല്ലെങ്കിൽ വെറുതെ വന്ന് ഒരു പടം അഭിനയിച്ചിട്ട് പോവില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. മലയാളികൾക്ക് ഒരുപക്ഷെ ടർബോ എന്ന് പറയുന്ന സിനിമ കൊണ്ടായിരിക്കും അറിയാവുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആൻ്റണി പെപ്പെ അഭിനയിച്ച ഒരു സിനിമ ഇറങ്ങിയായിരുന്നു ഈ ഇടയ്ക്ക്, എൻ്റെ പേര് കൊണ്ടൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും രാജ്ബി ഷെട്ടി ഒരു ചെറിയ ക്യാമിയോ അപ്പിയറൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. തിയേറ്ററിൽ എന്നെ വലിയൊരു ഇമ്പ്രഷൻ നൽകിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നിപ്പിച്ച് തിയേറ്ററിൽ വെടിയിച്ച ഒരു സിനിമയാണ് ഈ രുധിരം എന്ന് പറയുന്ന സിനിമ. അപർണ ബാലമുരളിയുടെ പെർഫോമൻസ് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. കുറേ മിസ്മാച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും, കുറേ ക്വസ്റ്റ്യൻ മാർക്ക് സാധനങ്ങളൊക്കെ സിനിമ അവശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ഇതിൻ്റെ ക്ലൈമാക്സിന് ശേഷമുള്ള ഒരു എപ്പിസോഡിൽ അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് കൺവേ ആയിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. എനിക്കത് ഫീൽ എനിക്ക് അടിച്ചു. എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻ മാർക്സ് ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ വലിയൊരു സ്പോയിലറായി പോകും. അതുകൊണ്ടാണ് അതിന് മിണ്ടാത്തത്. കാരണം ഇതിൻ്റെ ട്രെയിലർ തന്നെ ഒരു സസ്പെൻസ് നിലനിർത്തി തന്നെയാണ് പോകുന്നത്. ആ സസ്പെൻസ് സിനിമ തുടങ്ങുമ്പോൾ സമയത്ത് ഫസ്റ്റ് ഷോട്ട് മുതൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് സസ്പെൻസ് അല്ല, ഇന്നതാണ് സംഭവം, അത് അവിടെ തന്നെ ബ്രേക്ക് ആവും. എന്നാലും അത് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനും അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ നിലനിർത്തി കൊണ്ടുപോകാനും എനിക്ക് സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടി ത്രില്ലിംഗ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് എൻഗേജിങ് ആയിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് എന്നെ കുറച്ചൊന്ന് വലിപ്പിക്കുകയും കുറച്ചൊന്ന് എന്നെ സിനിമയിൽ നിന്ന് ഔട്ടാക്കുന്ന പോലെ എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫ് പിന്നെയും വലിയ കുഴപ്പമില്ലാതെ പോയി. കുറച്ച് സാധനങ്ങളൊക്കെ അപർണ ബാലമുരളിയുടെ കയ്യിൽ നിന്ന് ഇടുന്നുണ്ട്. അതൊക്കെ ഇനിയിപ്പം പിന്നീട് ട്രോളായി മാറാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്നാലും ആ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി കൊള്ളാം എന്ന് തോന്നി, അല്ലെങ്കിൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇറങ്ങി തിയേറ്ററിൽ നിന്ന് വരാൻ പറ്റിയൊരു സിനിമയായിരുന്നു രുധിരം എന്ന് പറയുന്നത്. ഇതൊരു സർവൈവൽ ത്രില്ലർ മൂഡിലുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒരു അടച്ചിട്ട മുറിയിൽ ഒരു പെണ്ണിനെ പിടിച്ചിടുകയും അത് അവിടുന്ന് എങ്ങനെ ആ പെൺകുട്ടി രക്ഷപ്പെടുന്നു എന്നൊക്കെ ഉള്ളതാണ് ശരിക്കും പറഞ്ഞ സിനിമ. അതേ സമയത്ത് തന്നെ പുറം സൈഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നു, വേറെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അതെന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, അത് സൂപ്പറായിരുന്നു. അതങ്ങനെ തന്നെ ചെയ്യണമെന്നും തോന്നി. കാരണം അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കുമെന്നും പേഴ്സണലി എനിക്ക് കണ്ടപ്പോൾ തോന്നി. അതിലുള്ള കറക്ഷനോ ശരിയോ തെറ്റോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, കുഴപ്പമില്ല, അങ്ങനെ കിട്ടണം എന്ന് എനിക്ക് തോന്നി. കാരണം ആ ഒരു തോന്നലുണ്ടാക്കിപ്പിച്ചതാണ് ആ സിനിമയുടെ വിജയമായിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പം എല്ലാ തിയേറ്ററുകളും നല്ല പോസിറ്റീവ് റെസ്പോൺസോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്നത് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. രാജ്ബി ഷെട്ടിയുടെ ഇനിയും നല്ല സിനിമകൾ മലയാളത്തിൽ വരട്ടെ. അദ്ദേഹത്തിന് മലയാളം സംസാരിക്കാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വേറെ ആൾ ഡബ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അദ്ദേഹം തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മലയാളമാണ്. കുറച്ച് ടച്ച് അവരുടെ കർണാടക ഒരു ടച്ച് വരുന്നുണ്ട്, കന്നഡ ടച്ച് വരുന്നുണ്ട്. എന്നാൽ കൂടി അദ്ദേഹം സ്വന്തമായിട്ട് ഡബ് ചെയ്തത് തന്നെ വലിയൊരു കാര്യമാണ്. ഇവിടുത്തെ ഒരു മനുഷ്യൻ ചെയ്യാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നല്ല നല്ല സിനിമകൾ പുള്ളിയുടെ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.
സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പറഞ്ഞോട്ടെ, കുഞ്ഞു കുട്ടികളെ കൊണ്ട് തിയേറ്ററിലേക്ക് പോകാതിരിക്കുക. കുറച്ച് ബ്ലഡും അതുപോലെ തന്നെ കുറച്ച് അക്രമകാരികളായിട്ടുള്ള കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേർ ഈ സമയത്തെ അതൊക്കെ ഒന്നും കണ്ട് വളരേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി നല്ല നല്ല ഒരു ഏജ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഇതൊക്കെ കണ്ടോട്ടെ. പക്ഷേ ഇപ്പം അതൊന്നും കാണിച്ച്, കാരണം ഞാൻ സിനിമ കണ്ട സമയത്ത് ഒരു കുഞ്ഞു കൊച്ചൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് എന്താണ് അവർ മനസ്സിലാക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ അബദ്ധവശാൽ അവർ സ്ക്രീനിലോട്ട് നോക്കുന്നുണ്ടോയെന്ന് കൂടി അറിയത്തില്ല. അബദ്ധവശാൽ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഇതുപോലുള്ള വെട്ടും കുത്തും ഒക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അതൊരു ബാഡ് ഇമ്പ്രഷനായിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനത്തുള്ള പിള്ളേരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാതിരിക്കുക. തിയേറ്ററുകാർ ഇത്തരത്തിലുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പ്രവേശനം കൊടുപ്പിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.